നമ്മൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മുടെ തന്നെ ഒരു സെർവന്റിനെ നിയമിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിഷാദ് ആപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ കൂളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ നമുക്ക് ഈ ഫീച്ചർ ഉപയോഗിക്കാനും കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അതായത് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണമെന്ന് വെക്കുക, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ട്വിറ്ററിലോ എവിടെ വേണമെങ്കിലും ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ആവുന്നു. എങ്ങനെ ഉണ്ടാവും? നിങ്ങളുടെ കുറച്ച് എഫർട്ട് കുറയും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ വൈഫൈ ഓഫ് ആവണം, അല്ലെങ്കിൽ വൈഫൈ ഓൺ ആവണം, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ചെന്ന് കയറുമ്പോൾ നിങ്ങളുടെ ഫോൺ സൈലന്റ് ആവണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ വളരെ വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ആപ്ലിക്കേഷനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യിപ്പിക്കണോ, ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ, ഇപ്പം നിങ്ങൾ യൂട്യൂബറൊക്കെ ആണെങ്കിൽ, യൂട്യൂബ് ചെയ്യുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ലൈക്സും ഷെയറും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ഉപയോഗിക്കാത്ത നിങ്ങൾ നോർമലി ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആപ്ലിക്കേഷനെ പറ്റിയിട്ട് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം അതിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു. പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം IFTTT നമ്മൾ ആ ആപ്ലിക്കേഷനാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. നമ്മളിതിനകത്ത് സൈൻ ഇൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഗൂഗിൾ ഉപയോഗിച്ചിട്ടോ ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടോ സൈൻ ഇൻ ചെയ്യുന്നത് കൊണ്ട് ഇതിൽ യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് നമുക്ക് ഗൂഗിൾ തന്നെ ഞാൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബ്രൗസറിലോട്ടായിരിക്കും പോവുക. ആ ബ്രൗസറിൽ വേറൊന്നും ചെയ്യാനില്ല. നമ്മൾ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ബ്രൗസറിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ മാത്രം നമ്മൾ മെയിൽ ഐ ഡിയും പാസ്വേഡും നൽകിയാൽ മതി. ഇത്രേ ഉള്ളൂ. സൈൻ ഇൻ ആയി കഴിഞ്ഞു. വേറൊന്നും നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതില്ല. ഇതിലിപ്പോൾ നിങ്ങൾ കാണുന്ന ഈ രണ്ടെണ്ണം കിടക്കുന്നില്ലേ, ഇഫ് ന്യൂ ഫീഡ് എന്ന് പറഞ്ഞിട്ട്, ആലോ യു ടു ടേൺ ഓഫ് സൈലൻറ്റ് മോഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ കിടക്കുന്നത് രണ്ടിന് ആപ്ലെറ്റ് എന്നാണ് പറയുക. അതായത് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ കൊടുക്കുന്ന ടാസ്ക്, എന്താണ് ചെയ്യേണ്ടത് എന്ന് കൊടുക്കുന്ന ടാസ്കിനെ ഇതിനകത്ത് ആപ്ലെറ്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ ഈ ആപ്ലെറ്റ്സ്, ഞാനിപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലെറ്റ്സ് എന്താ ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആദ്യം കാണുന്ന ആപ്ലെറ്റ് എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഓൺലൈൻ സൈറ്റിൽ വരുന്ന ന്യൂസുകളൊക്കെ എൻ്റെ എന്താ പറയുക, ഓട്ടോമാറ്റിക്കായിട്ട് അത് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പോലെ എൻ്റെ പേജിൽ പോസ്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്ക്കാണ് ആദ്യം ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫോൺ ഞാൻ സൈലൻ്റ് ആയിട്ട് എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയാണെങ്കിൽ ഞാൻ ഇതിലോട്ടൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ സൈലൻറ്റ് മോഡ് മാറി ഫുൾ റിംഗ് ടോൺ വോളിയം ഫുള്ളാകുന്നതാണ്. അതിനുള്ള ഒരു ടാസ്ക്കാണത്. ഇതൊക്കെ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. വെറുതെ കയറി സെർച്ച് ചെയ്ത് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് സെർച്ച് ചെയ്താൽ മാത്രം മതി. നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനെ കൊണ്ട്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മുടെ ഫേസ്ബുക്ക് ഒരു പോസ്റ്റ് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ള സൈറ്റിലോട്ടൊക്കെ എങ്ങനെ വരിക എന്നുള്ളത്, അത് നമുക്ക് ആദ്യം അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഈ പ്ലസ് സൈനിൽ കൊടുക്കുക. ഇഫ് ദിസ് ദെൻ ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദിസ്, അതായത് ഞാനിവിടെ ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിൻ്റെ ആയതുകൊണ്ട് അതിൻ്റെ ഉദാഹരണം തന്നെ പറയാം. ഞാനിപ്പോൾ ഇഫ് ദിസ് എന്ന് പറയുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു, അതാണ് ഇഫ് ദിസ്. ദെൻ ദാറ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടുത്തെന്താണ്, അതാണ് നമ്മളിതിൽ എനേബിൾ ചെയ്ത് കൊടുക്കുന്ന ട്രിഗർ എന്ന് പറയുന്നത്. നമ്മളിതാ ഇപ്പോൾ ഇഫ് ദിസ് എന്നുള്ളടത്ത് നമ്മൾ എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഞാനിപ്പോൾ സെർച്ച് ചെയ്യുന്നത്, നമുക്ക് ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിനെ തന്നെ സെർച്ച് ചെയ്യാം. ഇപ്പോൾ ഫേസ്ബുക്ക് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഓരോ ഓപ്ഷനായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, എന്താ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറ്റുകയാണ്. ഏറ്റവും താഴെ യുവർ പ്രൊഫൈൽ ചേഞ്ചസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കണക്റ്റ് കൊടുക്കുക. കണക്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ചോദിക്കും. ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ വാച്ച് ചെയ്ത് മാറ്റേണ്ടത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നു, കണ്ടിന്യൂ കൊടുക്കുന്നു. ഇഫ് ദിസ് എന്നുള്ളത് നമ്മൾ സെറ്റാക്കിയിരിക്കുകയാണ്. ഇനി എന്താണ് വേണ്ടത് നമുക്ക്? ഞാൻ പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് നടക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നമുക്ക് ട്വിറ്ററിൻ്റെ പ്രൊഫൈൽ പിക്ചർ മാറണം. നമ്മളിവിടെ പ്രൊഫൈൽ പിക്ചർ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ട്വിറ്റർ എന്ന് സെർച്ച് ചെയ്ത് എടുക്കുക. പോസ്റ്റ് ട്വീറ്റ് ഉണ്ട്, പോസ്റ്റ് ട്വീറ്റ് വിത്ത് ഇമേജ് ഉണ്ട്, അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ ഉണ്ട്. നമ്മളിവിടെ അപ്ലോഡ് പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നു. അത് നമുക്കിവിടെ പ്രൊഫൈൽ പിക്ചർ അല്ലാതെ നിങ്ങളവിടെ പോസ്റ്റ് ചെയ്യുന്ന ഓരോ പോസ്റ്റും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതിലുള്ള മറ്റു ഓപ്ഷൻസൊക്കെ സെലക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. നമ്മൾ
ട്വിറ്റർ അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓതറൈസ് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കണക്റ്റായി. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് എന്താണ് മാറ്റി കൊടുക്കേണ്ടത്, അതിൻ്റെ ട്രിഗർ ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ അതിന് വേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻസെർട്ട് ഇൻഗ്രീഡിയൻസ് കൊടുക്കുക. അതിൽ പ്രൊഫൈൽ പിക്ചർ URL കൊടുക്കുക. അതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം മതി. നമ്മൾ ഒരിക്കൽ കൂടെ കൊടുക്കുകയാണ്. പ്രൊഫൈൽ പിക്ചർ URL കൊടുക്കുക. നമുക്കതിന് മെസ്സേജ് ആയിട്ട് ട്വീറ്റ് എന്തെങ്കിലും കൊടുക്കാം. അതിനിപ്പോൾ ഞാനൊന്നും കൊടുക്കുന്നില്ല. കണ്ടിന്യൂ കൊടുക്കുകയാണ്. റിസീവ് നോട്ടിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ഷൻ എപ്പോഴൊക്കെ അത് വർക്കാവോ അപ്പോഴൊക്കെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അത് കണക്റ്റായി. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ പിക്ചർ മാറ്റുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ട്വിറ്ററിലെ പിക്ചർ മാറുന്നതാണ്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. സേവ് എടുത്തു. നമ്മൾ ഈ ട്രിഗർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇപ്പോൾ മാറി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വൈഫൈ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഓരോന്നിനും നമ്മൾ കഷ്ടപ്പെട്ട് ഓരോ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഞാനത് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഓരോന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വൈഫൈ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓഫ് ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈഫൈ ഓഫ് ആവണം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ട്രിഗർ എടുത്തത് എങ്കിൽ നിങ്ങൾ വൈഫൈ എന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുക. ടേൺ ഓഫ് വൈഫൈ ഔട്ട്സൈഡ് ഹോം. ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതെല്ലാം ആപ്ലെറ്റ്സ് ബാക്കിയുള്ളവർ ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഓരോ ആൾക്കാരായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. നിങ്ങളിതിൽ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവും. കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. അത്രയ്ക്ക് യൂസർ ഫ്രണ്ട്ലിയാണ് ഈ ആപ്ലിക്കേഷൻ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. കാരണം ഒരുപാട് ഡിഫിക്കൽറ്റി ആയിട്ട് കോംപ്ലിക്കേഷൻ ആകുന്ന സംഭവങ്ങളൊന്നുമില്ല. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഹോം പേജ് എന്ന് പറയുമ്പോൾ. നമുക്ക് പ്ലസ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറ്റും. ഈ ഗെറ്റ് മോർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്ന ഒരുപാട് ആപ്ലെറ്റ്സ് കിട്ടും. നമുക്കതിൽ ഇഷ്ടമുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമ്മളിതിലിപ്പോൾ കുറച്ച് മുമ്പ് നോക്കിയ പോലെ നമുക്ക് വൈഫൈ തന്നെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ വൈഫൈ എന്ന് ടൈപ്പ് ചെയ്ത് ഞാനിപ്പോൾ കണ്ടില്ലേ ഒരൊറ്റ കീവേഡ് മാത്രമേ സെർച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ കാണാം ഒരുപാട് ആപ്ലെറ്റ്സ് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ഏത് സ്ഥലത്ത് പോകുമ്പോൾ വൈഫൈ ഓൺ ആവണം, ഏത് സ്ഥലത്ത് പോകുമ്പോൾ വൈഫൈ ഓഫ് ആവണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇപ്പോൾ ടേൺ ഓഫ് വൈഫൈ ഔട്ട്സൈഡ് ഹോം എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഗോയിങ് ടു ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രൗസറിൽ കയറി പോവും. ബ്രൗസറിൽ കയറി പോയതിന് ശേഷം നമുക്കതിൻ്റെ ലൊക്കേഷൻ നമ്മൾ എവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴാണ് വൈഫൈ ഓഫ് ആവേണ്ടത് അല്ലെങ്കിൽ ഓൺ ആവേണ്ടത് ഇതെല്ലാം നമുക്ക് ഇവിടെ ഇപ്പോൾ ഇതിൽ കിടക്കുന്ന ലൊക്കേഷൻ ഇതാണ്. നമുക്കിവിടെ സെർച്ച് കൊടുത്തിട്ട് നമ്മുടെ ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. യു എൻ്റർ ഓർ എക്സിറ്റ് ആൻ ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നമ്മൾ ഈ റൗണ്ട് കാണുന്നില്ല, ഈ റൗണ്ട് കാണുന്നിടത്ത് നമ്മുടെ ഏരിയ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ വൈഫൈ ഓഫ് ആവുകയോ ഓൺ ആവുകയോ നമ്മൾ അവിടേക്ക് വരുമ്പോൾ ഓഫ് ആവുകയോ ഓൺ ആവുകയോ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇതിനെ ഈ ട്രിഗറിന് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ നിർത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അത്രയ്ക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. RSS ഫീഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം അറിയാമെന്ന് എനിക്കറിയില്ല. RSS ഫീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും അല്ലേ. അത് എല്ലാ സൈറ്റിലും നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് ഈ RSS ഫീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. RSS ഫീഡ് കോപ്പി ചെയ്തെടുക്കുക, നമുക്ക് ഇതുവഴി ട്രിഗർ ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ ഫേസ്ബുക്കിലോ ബ്ലോഗിലോ എവിടെ വേണമെങ്കിലും നമുക്ക് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് വരുന്നതാണ്. അത് നിങ്ങൾക്ക് വായിക്കുകയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. അതൊക്കെ നല്ലൊരു വലിയ ടോപ്പിക്കായിരിക്കും. അതുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് നോക്കാം. നിങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ IFTTTക്ക് പകരം നിങ്ങൾ ഇൻറ്റഗ്രാം മാറ്റ് സാപ്പിയർ എന്നൊക്കെ പറയുന്ന 1-2 സൈറ്റുണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനകത്തൊക്കെ നമ്മൾ ട്രിഗർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉടനെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അവിടെ തന്നെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. അത് വലിയൊരു ഫീച്ചറാണ് മറ്റുള്ള സൈറ്റുകളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ IFTTT ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ബെൽ ബട്ടണും ഒക്കെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്തേക്കുക.